പാറക്കണ്ടി കുടുംബസംഗമം 2026 ഹൃദ്യമായ സ്വാഗതം. മക്കട സ്വദേശിയായ നാരങ്ങാളി അവറാൻ വല്യപ്പാവയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥാപകൻ. കാരപ്പറമ്പ് സ്വദേശിനിയായ ഇമ്പിച്ചി പാത്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിൽപ്പെട്ട മക്കട എന്ന ഗ്രാമം കോരപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. 1.5 നൂറ്റാണ്ട് മുമ്പ് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടിയാണ് അദ്ദേഹം കത്തറമ്മൽ പ്രദേശത്ത് താമസമാക്കിയത്. കൈത്തറി മില്ലുകൾ വ്യാപകമായിരുന്ന അക്കാലത്ത് കൈത്തറി വസ്ത്രങ്ങൾ മാത്രമായിരുന്നു സാധാരണക്കാർ ഉപയോഗിച്ചിരുന്നത്. കക്കോടി ഭാഗത്തുള്ള പല വീടുകളിലും അക്കാലത്ത് കൈത്തറി മില്ലുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി സമീപ പ്രദേശങ്ങളിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ജോലിയാണ് അവറാൻ വല്യപ്പാവ തിരഞ്ഞെടുത്തത്. ഈ ജോലിക്കിടയിലാണ് അദ്ദേഹം കത്തറമ്മൽ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അക്കാലത്തെ പ്രധാന വിപണന കേന്ദ്രങ്ങളായിരുന്നു ഗ്രാമചന്തകൾ. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും ഗ്രാമീണർ ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് അവിടെ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് ഗ്രാമചന്തകൾ ആഴ്ചച്ചന്തകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. നാടിൻ്റെ പുരോഗതിയിൽ നിലനിൽപ്പ് നഷ്ടപ്പെട്ട ആഴ്ചച്ചന്തകൾ അക്കാലത്ത് സജീവമായിരുന്നു. കൈത്തറി വസ്ത്രങ്ങളുടെ ഭാണ്ഡം തലയിലേറ്റി ചന്തകൾ തോറും കൊണ്ടുനടന്ന് വിൽപ്പന നടത്തിയാണ് അവറാൻ വല്യപ്പാവ കുടുംബം പോറ്റിയത്. തികഞ്ഞ മതഭക്തനായിരുന്ന അദ്ദേഹം തന്റെ ദേശാടനത്തിനിടയിൽ കുടുംബസമേതം താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയത് കത്തറമ്മൽ പ്രദേശത്താണ്. പൂനൂർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കത്തറമ്മൽ ജുമുഅത്ത് പള്ളിയുടെ സമീപത്തുള്ള താന്നിരിക്കുമ്പോയിൽ പറമ്പിൽ അദ്ദേഹം വീട് വെച്ചു താമസമാക്കി. ഒരു ഭൂമി കൈമാറ്റത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ പറമ്പിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചത്. തന്റെ ഭാര്യയുടെ പേരിൽ കാരപ്പറമ്പിൽ ഉണ്ടായിരുന്ന സ്ഥലം പകരം കൊടുത്താണ് അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ കൈവശമായിരുന്ന താന്നിരിക്കുമ്പോയിൽ പറമ്പ് വാങ്ങിയത്. അപൂർവം വീടുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. കത്തറമ്മൽ മഹലിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളാണ് അവറാൻ വല്യപ്പാവ. വാഹനങ്ങളില്ലാതിരുന്ന അക്കാലത്ത് സ്വദേശമായിരുന്ന മക്കടയിലേക്കും ഭാര്യാബന്ധുക്കളുള്ള കാരപ്പറമ്പിലേക്കും കാൽനടയായി യാത്ര ചെയ്തു. ആവിലോറ, കിടക്കോത്ത്, മടവൂർ, പുല്ലാളൂർ വഴിയായിരുന്നു യാത്ര. ബന്ധുവീടുകൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ തുണിമില്ലുകളിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ കൊണ്ടുവരുമായിരുന്നു. താന്നിരിക്കുമ്പോയിൽ പറമ്പ് കൂടാതെ പാറക്കണ്ടി പറമ്പും അവറാൻ വല്യപ്പാവയുടെ കൈവശമായിരുന്നു. ജന്മിമാർക്ക് ഭൂസ്വത്തുകളിൽ സർവാധികാരമുണ്ടായിരുന്ന കാലമായിരുന്നു. താമസക്കാരായ കുടിയാന്മാർ ഏത് സമയത്തും കുടിയിറക്കപ്പെടുമായിരുന്നു. ജന്മിയുമായുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ താന്നിരിക്കുമ്പോയിൽ പറമ്പ് നഷ്ടമായ അദ്ദേഹം കൈവശമുണ്ടായിരുന്ന പാറക്കണ്ടിയിലേക്ക് താമസം മാറ്റി. താന്നിരിക്കുമ്പോയിൽ വീട്ടിൽ വെച്ചാണ് മക്കളുടെ വിവാഹം നടത്തിയതും പ്രസിദ്ധമായ റാത്തീബ് കഴിച്ചതും. പാറക്കല്ലുകൾ നിറഞ്ഞ പറമ്പായതുകൊണ്ടാവാം ഈ പറമ്പിന് പാറക്കണ്ടിയിൽ എന്ന പേര് കിട്ടിയത്. ആരാധനയുടെ ഭാഗമായിരുന്നു അക്കാലത്ത് റാത്തീബുകൾ. രോഗശമനത്തിനായും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായും വീടുകളിൽ പലതരം റാത്തീബുകൾ നടത്തിയിരുന്നു. അവറാൻ വല്യപ്പാവ താന്നിരിക്കുമ്പോയിൽ വീട്ടിൽ വെച്ച് നടത്തിയ റാത്തീബ് വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചു. റാത്തീബ് നടത്തുവാൻ വേണ്ടി കോഴിക്കോട്ട് നിന്നും പ്രത്യേക സംഘം എത്തിയിരുന്നു. കത്തറമ്മൽ പ്രദേശത്ത് ആദ്യമായി നെയ്ച്ചോർ പാകം ചെയ്തത് അന്നാണ്. കോഴിക്കോട്ട് നിന്നും എത്തിയ പ്രത്യേകം പാചകക്കാരാണ് നെയ്ച്ചോർ തയ്യാറാക്കിയത്. ആദ്യ നെയ്ച്ചോറിന്റെ രുചിയും ഗന്ധവും നാട്ടുകാരുടെ നാവിലും നാസാരന്ധ്രങ്ങളിലും ഏറെക്കാലം തങ്ങി നിന്നു. പാറക്കണ്ടിയിൽ വെച്ചും പലപ്പോഴായി റാത്തീബ് നടത്തിയിരുന്നതായി പഴമക്കാർ പറഞ്ഞു കേട്ടു. അവറാൻ ഇമ്പിച്ചി പാത്തു ദമ്പതികൾക്ക് 8 സന്താനങ്ങളുണ്ടായിരുന്നുവത്രേ. 2 ആൺമക്കളുടെയും 4 പെൺമക്കളുടെയും ചരിത്രം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. മറ്റു 2 പേർ കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയതാവാമെന്ന് അനുമാനിക്കുന്നു. മക്കൾ 5 പേരുടെയും വിവാഹബന്ധം നടന്നത് സമീപ പ്രദേശങ്ങളിലുള്ള ഭേദപ്പെട്ട കുടുംബങ്ങളുമായിട്ടാണ്. പെൺമക്കളിൽ കുഞ്ഞീമയെ നാട്ടുകാരനവരും കർഷകനുമായിരുന്ന ഇളയറ്റിൽ കുറിഞ്ഞോറച്ചാലിൽ ചേക്കുഞ്ഞി ഹാജിയും, പാത്തുമ്മയെ വെളിമണ്ണയിലെ മൂസത്ത് ഇല്ലത്തിലെ കാര്യസ്ഥനും നാട്ടുകാരനുമായിരുന്ന വെളിയം മഠത്തിൽ കോയയും, പാത്തേയെ മരവ്യാപാരിയും ഭൂവുടമയുമായിരുന്ന ഈർപ്പോണ കിഴക്കയിൽ കോയിസനും വിവാഹം ചെയ്തു.
മൂത്ത മകൻ അയമ്മദ് ആവിലോറ പാറക്കുണ്ടത്തിൽ ഉത്തേമയെയും ഇളയ മകൻ ഇമ്പിച്ചിക്കോയ പിതാവിൻ്റെ ബന്ധുകൂടിയായ മക്കടയിലെ ആയിഷയെയുമാണ് വിവാഹം കഴിച്ചത്. ആൺമക്കളിൽ രണ്ടുപേരും പാറക്കണ്ടിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ജ്യേഷ്ഠൻ പാറക്കണ്ടിപ്പറമ്പിന്റെ താഴഭാഗത്ത് പുതിയ വീടുണ്ടാക്കി താമസം മാറ്റി. അനുജൻ തറവാടു വീട്ടിൽ പിതാവിനൊപ്പം താമസം തുടരുകയും ചെയ്തു. രണ്ടുപേർക്കും കൂടി 12 സന്താനങ്ങളുണ്ടായിരുന്നു. ഇവരെ നാട്ടുകാർ പാറക്കണ്ടിക്കാർ എന്ന് വിളിച്ചിരുന്നതിനാൽ നാം പിൽക്കാലത്ത് പാറക്കണ്ടി കുടുംബം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട അവറാം വെല്ലിപ്പാവയുടെയും ഇമ്പിച്ചുപാത്തു വെല്ലിമാവുടെയും ഖബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കത്തറമ്മൽ ഖബർസ്ഥാനിലാണ്. അവറാൻ ഇമ്പിച്ചിപ്പാത്തു ദമ്പതികളുടെ സന്താന പരമ്പരയിൽ ഇന്ന് 8 തലമുറകളിലായി 4000-ൽ പരം അംഗങ്ങളുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ കുടുംബക്കാർ വ്യാപിച്ചു കിടക്കുന്നു. കത്തറമ്മൽ മഹലിൽ മാത്രം 100-ൽ പരം വീടുകളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുവെന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അംഗബലത്തെയും വ്യാപ്തിയെയും സൂചിപ്പിക്കുന്നു. അവറാൻ ഇമ്പിച്ചിപ്പാത്തു ദമ്പതികളുടെ പ്രഥമ പുത്രനായ അയമ്മദ് ഒരു ചെറുകിട ബിസിനസ്സുകാരനായിരുന്നു. മരക്കച്ചവടത്തിൽ കൂടുതൽ തൽപരനായിരുന്നു അദ്ദേഹം. ആവിലോറയിലെ ഒരു പ്രമുഖ കുടുംബാംഗമായ പാറക്കുണ്ടത്തിൽ ഉത്തേമയാണ് ഭാര്യ. ഇവർക്ക് 5 സന്താനങ്ങളുണ്ട്. അദർമാൻ പൂക്കാട്ടുപറമ്പിൽ, കുഞ്ഞേരിക്കുട്ടി പാറക്കണ്ടിയിൽ, അബൂബക്കർ ഹാജി പൂക്കാട്ടുപുറയിൽ, പാത്തുമ്മ കളുക്കാം ചാലിൽ, ആയിഷ പൂവത്തുംകണ്ടിയിൽ. ഈ കുടുംബം താമസിച്ചിരുന്നത് പാറക്കണ്ടി പറമ്പിൻ്റെ താഴെ ഭാഗത്തായിരുന്നു. അയമ്മദും ഉത്തേമയും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. രണ്ടുപേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് കത്തറമ്മൽ ഖബർസ്ഥാനിലാണ്. മക്കളാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവറാൻ ഇമ്പിച്ചിപ്പാത്തു ദമ്പതികളുടെ രണ്ടാമത്തെ സന്താനമാണ് ഇമ്പിച്ചിക്കോയ. തന്റെ പിതാവിന്റെ ബന്ധുവായിരുന്ന കാരപ്പറമ്പ് സ്വദേശിനി ആയിഷയെയാണ് വിവാഹം ചെയ്തത്. അക്കാലത്തെ പ്രമുഖ തറവാട്ടുകാരായിരുന്ന വട്ടക്കുണ്ടുങ്ങൽ വീട്ടിൽ കാര്യസ്ഥനായിരുന്ന അദ്ദേഹം പാറക്കണ്ടിയിൽ തന്റെ തറവാട്ടു വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 7 സന്താനങ്ങളുണ്ടായിരുന്നു. ബീരാൻ ഹാജി താന്നിരിക്കുമ്പോയിൽ, അയമ്മദ് കുട്ടി പാറക്കണ്ടിയിൽ, അദർമാൻ പാറക്കണ്ടിയിൽ, തറുവേയി പാറക്കണ്ടിയിൽ, ഇമ്പിച്ചിപ്പാത്തു, കുഞ്ഞീമ ഇമ്മിണികുന്നുമൽ, മറിയോമ അരീക്കൽ തുടങ്ങിയവരാണ്. ഇമ്പിച്ചിക്കോയ വലിയുപ്പ 109 വർഷങ്ങൾക്ക് മുമ്പും ആയിഷ വലിയുമ്മ 86 വർഷങ്ങൾക്ക് മുമ്പും മരണമടഞ്ഞു. രണ്ടുപേരുടെയും ഖബറുകൾ കത്തറമ്മൽ ഖബർസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സന്താനങ്ങളാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രായം ചെന്ന കുടുംബാംഗങ്ങളിൽ നിന്നും, മർഹൂം പാറക്കണ്ടിയിൽ ബീരാൻകുഞ്ഞി ഹാജിയിൽ നിന്നും മറ്റു നാട്ടുകാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളനുസരിച്ചാണ് ഈ കുടുംബചരിത്രം തയ്യാറാക്കിയത്. ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ പഴമക്കാരുടെ മരണത്തോടെ ചരിത്ര സത്യങ്ങളും വിസ്മൃതിയിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവറാൻ വല്ലിപ്പാവയുടെയും മക്കളുടെയും സമ്പൂർണമായ ജീവചരിത്രം രേഖപ്പെടുത്താൻ അസാധ്യമായി വന്നിരിക്കുന്നു. എങ്കിലും ഭാവി തലമുറയ്ക്ക് വേണ്ടി ലഭ്യമായ വിവരങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുടുംബങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിവെക്കാൻ ഈ സംരംഭം പ്രേരകമാവുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഇന്ന് സംഗമിക്കുന്ന അവറാൻ വല്ലിപ്പാവയുടെ 2 ആൺമക്കളുടെ സന്താന പരമ്പരയുടെ ചരിത്രം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയക്കുറവ് മൂലം സംഭവിച്ച അപൂർണതകളും അപാകതകളും കാലം ക്ഷമിക്കുമെന്ന പ്രത്യാശയോടെ അവറാൻ വല്ലിപ്പാവയുടെ കുടുംബചരിത്രം ഉപസംഹരിക്കട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ഒരു സാധാരണ സംഗമത്തിനല്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും പുതിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പലപ്പോഴും നമ്മൾ ഒരുമിച്ച് കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കുടുംബസംഗമങ്ങൾ നമ്മെ വീണ്ടും ഒരുമിപ്പിക്കുന്ന അപൂർവങ്ങളായ അവസരങ്ങളാണ്. നമ്മുടെ പാരമ്പര്യവും മൂല്യങ്ങളും സ്നേഹവും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ സംഗമം സന്തോഷകരവും സ്മരണീയവുമാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി നമുക്ക്
ഈ മനോഹരമായ കുടുംബസംഗമ പരിപാടി ആരംഭിക്കാം. ശബ്ദം നൽകിയത് ഹാരിസ് കൽത്തറ, ഫാത്തിമ ബത്തൂൽ ബിൻ സക്കീർ ഹുസൈൻ.